നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനിശ്ചിതകാലമായി തടഞ്ഞുവെച്ചിരിക്കുന്നതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയിലേക്ക്. ഗവർണർ സർക്കാർ പോര് മുറുകുമെന്ന് രൂക്ഷം. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വാർത്താ സമ്മേളനത്തിൽ ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. സുപ്രീം കോടതിയിൽ കേസ് നടത്താൻ മുതിർന്ന അഭിഭാഷകൻ കെ വേണുഗോപാലിന്റെ സേവനം തേടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 8 ബില്ലുകളാണ് ഭരണഘടനാ അനുച്ഛേദം 200 പ്രകാരം ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ചിരിക്കുന്നത്. സർവകലാശാല 1ഉം 2ഉം നിയമ ഭേദഗതി ഉൾപ്പെടെ 3 ബില്ലുകൾ 1 വർഷവും 10 മാസവുമായി ഗവർണറുടെ ഒപ്പ് കാത്തുകിടക്കുകയാണ്. കേരള സഹകരണ സംഘം ഭേദഗതി ബിൽ 1 വർഷവും 2 മാസവും, ലോകായുക്ത ഭേദഗതി ബിൽ 1 വർഷവും 20 മാസവുമായി, പൊതുജനാരോഗ്യ ബില്ലടക്കം ഒപ്പിടാനുണ്ട്. നിയമസഭാ ബില്ലുകൾ നിയമമാക്കുന്നത് വൈകിപ്പിക്കുന്നത് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ അന്തസ്സിന് നിരക്കാത്തതാണ്. ഗവർണർ ആവശ്യപ്പെട്ട വിശദീകരണങ്ങൾ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ സന്ദർശിച്ച് നൽകിയിട്ടും തീരുമാനം ആയില്ല. UGC നിയമങ്ങൾ അനുസരിച്ച് സർവകലാശാല നിയമങ്ങളുടെ ഏകീകരണത്തിന് ബിൽ അംഗീകാരം നൽകാത്തതിനാൽ VC നിയമനം സ്തംഭനത്തിലായിരിക്കുകയാണ്. ഈ സമീപനം ഭരണഘടനയ്ക്ക് അനുസൃതമാണെന്ന് പറയാനാകുമോ? സർക്കാരുകളുടെ ഉപദേശപ്രകാരമാണ് ഗവർണർ വിവേചനാധികാരമുള്ള മേഖല ഒഴികെ പ്രവർത്തിക്കേണ്ടതെന്ന് ഭരണഘടനാ സഭയിലെ സംവാദങ്ങളിൽ നിന്നും ഭരണഘടനാ അനുച്ഛേദങ്ങളിൽ നിന്നും വ്യക്തമാണ്. കൊളോണിയൽ ഭരണകാലത്ത് ഗവർണർ ജനറൽമാരും പ്രവേശ്യ ഗവർണർമാർക്ക് ഉണ്ടായിരുന്ന വിപുലമായ വിവേചന അധികാരങ്ങൾ മാറ്റണമെന്ന് മഹാത്മാഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കളുടെ അടുത്ത നിലപാട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കുന്നതാണ്. ഭരണഘടനയ്ക്ക് വിരുദ്ധമോ ഹൈക്കോടതിയുടെ അധികാരങ്ങളെ ബാധിക്കുന്നതോ ആയ ഏതെങ്കിലും ബില്ലുകൾ ഉണ്ടെങ്കിൽ അത് രാഷ്ട്രപതിക്ക് വിടാൻ ഗവർണർക്ക് അവകാശമുണ്ട്. ഇതൊന്നുമല്ലാതെ സാധാരണ നിയമങ്ങൾ അംഗീകാരം നൽകാതെ ജനങ്ങളുടെ ഉത്തരവാദിത്വമുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. ഇക്കാര്യത്തിൽ നിയമപരമായ മാർഗങ്ങൾ തേടാനല്ലാതെ മറ്റൊന്നും സർക്കാരിന് ചെയ്യാനാവില്ല. ഇതിൽ മുതിർന്ന അഭിഭാഷകൻ ഫാലി എസ് നരിമാന്റെ അഭിപ്രായം തേടാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം സുപ്രീം കോടതിയെ സമീപിക്കുന്നതോടെ സർക്കാരിന്റെ ആശയം കുഴപ്പം തീരുമോ എന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചോദിക്കുന്നത്. താൻ ഒരു സമ്മർദ്ദത്തിനും വഴങ്ങുന്ന ആളല്ല. എന്റെ ബോധ്യപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്യുക. ജനങ്ങളുടെ പണം പാഴാക്കാൻ താല്പര്യമുണ്ടെന്നെങ്കിൽ കോടതിയെ സമീപിക്കാമെന്നും അദ്ദേഹം സ്വാഗതം ചെയ്തെന്നും പറഞ്ഞു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ നിയമോപദേശം തേടാൻ 40 ലക്ഷം രൂപ നൽകി. ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ ഇല്ലാത്തപ്പോഴാണ് ഇത്. നിയമോപദേശം തേടുന്നത് എന്തിന് ഗുണം ചെയ്യുമെന്ന് അറിയില്ല. ഇതിനെപ്പറ്റി മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചോ എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി.